ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യുക, ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഓയിൽ മാറ്റണം കേട്ടോ. പിന്നെ വണ്ടി ഒരു പാളൽ പോലെ കാണിക്കുന്നുണ്ട്. പെട്രോൾ ടാപ്പ് ടാങ്കിൻ്റെ അടപ്പാണ്, അത് ചെക്ക് ചെയ്യാൻ പറയാം. ലൈറ്റ് ചെക്ക് ചെയ്യാം, അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വണ്ടി ഒരു പാളൽ കാണിക്കുന്നുണ്ട്. ആ കോൺസെപ്റ്റിൻ്റെ ആണ്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ലൂസായി കിട്ടുന്നുണ്ട്. പൊടിക്ക് ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം കാണിച്ചു കിട്ടുന്നത്. പിന്നെ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. കമ്പനി ലാൻഡർ, ഒറിജിനൽ ലാൻഡറാണ് കിടന്നത്. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്. പിന്നെ ചെയിൻ ചെറിയ ലൂസൊക്കെ ഉണ്ടാവും, ഒന്ന് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കാവുന്നുള്ളൂ. അപ്പോൾ ക്ലീൻ ചെയ്ത് കയറ്റാം. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ മാറ്റേണ്ട ടൈമുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റണം നമുക്ക്. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻറ്റ്, മിസ്സിങ്ങോ അങ്ങനത്തെ ഓർത്തോൻ്റെ കംപ്ലയിൻറ്റ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിലവിൽ നമ്മൾ കാർബറേറ്റർ അഴിക്കുന്നില്ല കേട്ടോ. നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. പിന്നെ നമുക്ക് അഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടിക്കും കംപ്ലയിൻസുകളുണ്ട്. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രോബ്ലംസ് പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻറ്റാണ്. അപ്പോൾ അത് നോക്കിയറിയാം പണി. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ടയർ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അയച്ചിട്ടുണ്ട്. ബ്രേക്കിൻ്റെ ചെക്ക് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ കമ്പനി ലാൻഡറാ, ഒറിജിനൽ ലാൻഡറാണ്, നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ടാങ്കിൻ്റെ അടപ്പിൻ്റെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡസ്റ്റ് പൊടിയൊക്കെ ഇരുന്നിട്ടുള്ള ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ലൂബ് ചെയ്തൊന്ന് റീസെറ്റ് ആക്കും. ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി കൂട്ടത്തേക്ക് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 2023 ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.85 കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് 9 വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുള്ള കേസല്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ജനറൽ സർവീസാണ്. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാൻഡിലിൻ്റെ എൻഡ് സൈഡ് ഒടിഞ്ഞിരിക്കുന്നുണ്ടാവും, ആ പ്ലാസ്റ്റിക്കിൻ്റെ പുഷ്, അതും കൂടി കൂട്ടത്തിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 7 മണി 7:30 ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. ഞാൻ വർക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.